ഈ വരുന്ന ഡിസംബർ 1 ഗുരുവായൂർ ഏകാദശിയാണ്. വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായിട്ട് ആചരിക്കുന്നത്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കേണ്ടതെന്ന്. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. അപ്പോൾ വ്രതം എടുക്കുന്നത് എങ്ങനെയെന്നാണ്. ദശമി ദിവസം, അതായത് തലേ ദിവസം ഒരിക്കൽ എടുത്തു വേണം വ്രതം തുടങ്ങാൻ. ഏകാദശി ദിവസം മാത്രം വ്രതമെടുക്കുന്നവരുമുണ്ട്. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് ഭഗവത് നാമം ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാന്റേതായിട്ടുണ്ട്. ഇതൊന്നുമില്ല എങ്കിലും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതുമല്ല എങ്കിൽ ഓം നമോ ഭഗവതി വാസുദേവായ, ഓം നമോ ഭഗവതി നാരായണായ. ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ക്ഷേത്രത്തിൽ ഭഗവാന് 4 പ്രദക്ഷിണമാണ് നടത്തുന്നത്. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപായസം, പുരുഷസൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരിഭക്ഷണം തീരെ പാടില്ല. പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണവും കഴിക്കാം. ഉപവാസമാണ് ഉത്തമം.